ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്തേട്ടാ കാര്യം? ഉച്ചയ്ക്ക് പ്യൂൺ വന്ന് ആരുവിനോട് വീട്ടിൽ നിന്ന് വിളിക്കാൻ വന്നിട്ടെന്ന് പറഞ്ഞതും ആര് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുന്ന ഷാരോണിനെ കണ്ട് അവൾ ചോദിച്ചു. അത് ഒന്നുമില്ല, ചെറിയമ്മക്ക് പെടുന്ന വയ്യാതായി. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, വാ നമുക്ക് പോകാം. അയ്യോ ഏട്ടാ, എൻ്റെ അമ്മക്ക് എന്താ പറ്റിയേ? ആ നീ പേടിക്കാതെ, ചെറിയമ്മക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വാ. ഷാരോൺ ഒരുവിധം ആരുവിനെ ആശ്വസിപ്പിച്ച് അവളെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും അവിടെയുള്ള ആളുകളെ കണ്ട് ആരുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ആരു ഇറങ്ങുമോളെ. ഷാരോൺ ആരിരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, എന്തെല്ലാരും ഇവിടെ? എൻ്റെ അമ്മ എവിടെ? അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആര് ചോദിച്ചതിന് ഉത്തരമൊന്നും നൽകാതെ ഷാരോൺ അവളെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് നടക്കും തോറും ഉയർന്നു കേൾക്കുന്ന മാലതിയുടെ കരച്ചിലിന്റെ ശബ്ദം ആരുവിന്റെ നെഞ്ചിരിപ്പ് കൂട്ടി. ഹാളിൽ വെള്ളം പുതപ്പിച്ച് കിടത്തിയ മീരയെ കണ്ടതും ആര് ഞെട്ടിലോട് ഊർന്നു വീഴാൻ പോയതും ആര് വീഴുന്നതിന് മുമ്പായി ഷാരോൺ അവളെ താങ്ങി പിടിച്ചു. ഷാരോണിന്റെ കൈകൾ തട്ടിമാറ്റി ആര് മറ്റാരെയും വകവെക്കാതെ വേച്ച് മുന്നോട്ട് നടന്ന് തറയിൽ കിടത്തിയ മീരയുടെ അടുത്തായി വന്നിരുന്ന് നിറകണ്ണുകളോട് അവൾ തന്റെ അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പോയി അല്ലേ എന്നെ തരിച്ചാക്കി? ഈ ആരുവിനി ആരാ ഉള്ളത്? എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ? ആര് മീരയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇതേ സമയം ആൾക്കൂട്ടിൽ നിന്നും ദേവന് ചങ്ക് പൊട്ടിയുള്ള ആരുവിന്റെ കരച്ചിൽ കേട്ട് ഓടിപ്പോയി അവളെ മാറോട് അണക്കാനും ആശ്വസിപ്പിക്കാനും തോന്നി. എങ്കിലും ഒന്നിനും പറ്റാതെ നിറഞ്ഞ കണ്ണുകളുള്ള ആരുവിനെ ഒരിക്കൽ കൂടി നോക്കി അവൻ പുറത്തേക്ക് നടന്നു. മീനയ്ക്ക് വേണ്ടി ചടങ്ങുകളെല്ലാം ചെയ്തത് ആരു തന്നെയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ആകെ മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്ക്. ഇന്ന് ഈ ഭൂമിയിൽ തനിക്കായിട്ട് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലെന്ന് അവളെ കൂടുതൽ വേദനിപ്പിച്ചിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും വീടിൻ്റെ അടുത്തുള്ളവരും ബന്ധുക്കളെല്ലാം പോയിരുന്നു. കാരണം ആർക്കും മാലതിയുടെ സ്വഭാവം ഇഷ്ടമല്ല. റൂമിൽ ആര് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഫോട്ടോ നെഞ്ചോടടക്കി തുറന്നിട്ട ജനൽവാതിലിനിടയിലൂടെ കാണുന്ന തൊടിയിൽ 2 അസ്ഥിത്തറകളിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തു. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ അനാഥത്വം അവളെ ആകെ വിളിച്ചിരുന്നു. മോളെ ആരു. ഷാരോണിന്റെ വിളി കേട്ടത് മാരു മുഖം തിരിച്ച് നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി. എന്തിരിപ്പ ആരു ചെയ്ത്? അവളുടെ കോലം കണ്ട് ദയനീതിയോടെ ഷാരോൺ പറഞ്ഞു. ഏട്ടാ, എൻ്റെ അമ്മയും പോയി എന്നെ തനിച്ചാക്കി അച്ഛൻ്റെ അടുത്തേക്ക്. അവനെ നോക്കി വിതുമ്പി കയ്യിലുള്ള ഫോട്ടോയിൽ നോക്കി ആരു പറഞ്ഞതും ഷാരോൺ സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മതി ആരു കരഞ്ഞത്. നീ ഇങ്ങനെ കരഞ്ഞിരുന്ന പോയവരൊന്നും തിരിച്ചു വരില്ല. പിന്നെ മോൾ ഒറ്റക്കല്ലോ, നിനക്ക് ഞങ്ങളില്ലേ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തി ഇത് കഴിക്ക്. ഷാരോൺ ടേബിളിലുള്ള ഭക്ഷണപാത്രം എടുത്ത് ആരുവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടേട്ടാ. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഇതുവരെ തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും കരഞ്ഞിരുന്നാലേ അത് നിന്റെ അച്ഛനെയും അമ്മയെയാണ് കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ ആരൂസ് നല്ല കുട്ടിയായിട്ട് ഇത് കഴിക്കാൻ നോക്ക്. ആരിഫിന്റെ മുഖത്തെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഷാരോൺ പറഞ്ഞതും ആരും അനുസരണയോടെ ഭക്ഷണം കഴിച്ചു. ആരൊരുവിധം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനും പറഞ്ഞ് ഒഴിഞ്ഞ പാത്രം എടുത്തിട്ട് ഓറ് ചാരി പുറത്തേക്ക് പോയതും ആര് ബാത്റൂമിൽ പോയി കൈയും മുഖവും വായും കഴുകി ബെഡിൽ വന്ന് കിടന്നു. ബെഡിൽ മീര കിടന്നിരുന്നിടം ശൂന്യമായി കിടക്കുന്നത് കണ്ടതും ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നും അമ്മയുടെ ചൂടില്ലാതെ നെഞ്ചു പറ്റി കിടക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടെങ്കിലും തന്നിനുള്ളിൽ ഒരു ആശ്വാസമായിരുന്നു. ഇനി തൻ്റെ കൂടെ അമ്മയില്ലെന്ന് ആലോചിച്ചതും ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരഞ്ഞ് ആരും എപ്പോഴോ ഉറക്കത്തെ പുലുകിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആരും അമ്മയുടെ വേർപാട് കൂടിയായതും അത് താങ്ങാൻ പറ്റാതെ അവരുടെ ഓർമ്മകൾ മനസ്സിലെടുത്ത് ആലോചിച്ച് ആ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടി. 16-ന് അന്ന് ഷാരോണും ആരും കൂടി ക്ഷേത്രത്തിൽ പോയി ബലിയിട്ടതും ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തതും. ഷാരോണിന്റെ വിലക്കുള്ളത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊന്നും മാലതിയും ശ്രേയയും ഒന്നും ആരുവിനെ ശല്യം ചെയ്യാൻ പോയില്ല. അത് ആരുവിനൊരു ആശ്വാസമായിരുന്നു. മീര മരിച്ചത് മാലതിക്കൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് ആരുവിന് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലും ഒരു പൂച്ചക്കുഞ്ഞു പോലും ചോദിക്കാൻ വരില്ലെന്ന സന്തോഷമായിരുന്നു അവർക്ക്. ഇതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ കല്യാണൊരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് നടന്നു. കല്യാണത്തിന് ഈ വെറുമൊരു ആയുസ് മാത്രമേ ഉള്ളൂ. ജയനും മാലതിയും ആരുവിന് പറ്റിയ ചേക്കനെ തപ്പിയെങ്കിലും അവരുദ്ദേശിച്ചതുപോലെയുള്ള ബന്ധം അവർക്ക് കിട്ടിയിരുന്നില്ല. ആരുവിന് ആ വീട്ടിലെ ഏക ആശ്വാസം ഷാരോണായിരുന്നു. പെട്ടെന്ന് അവന് വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു അത്യാവശ്യം വന്നതും അവന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോകേണ്ടി വന്നതും ആരും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു.
നേറുന്ന മനസ്സിനെ പരിധിയിലാക്കാൻ കഴിയാതെ അവൾ ആ റൂമിലിരുന്ന് തന്നെ ദിവസങ്ങൾ തള്ളി നീക്കി. രാത്രി ബാറിലിരുന്ന് മദ്യപിക്കുകയാണ് ജയൻ. അപ്പോഴാണ് അയാളിരിക്കുന്ന ചെയറിന്റെ ഓപ്പോസിറ്റ് ചെയറിൽ ഒരുത്തം വന്നിരുന്നത്. ഹായ്, യക്ഷിത് മഹാദേവ്. മാഹി ജയന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. അറിയാം, എന്താ നിനക്ക് വേണ്ടത്? മാഹി നീട്ടിയ കൈയിലേക്ക് കൈ ചേർത്ത് ജയൻ സംശയത്തോടെ ചോദിച്ചു. ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ആരുഷി, അവൾ എനിക്ക് വേണം. മനസ്സിലായില്ല? താൻ അവൾക്ക് വിവാഹം ആലോചിക്കുന്നത് ഞാൻ അറിഞ്ഞു. അതങ്ങ് നിർത്തി അവൾ എനിക്ക് തന്നേക്ക്. ഇല്ലെങ്കിലും അങ്ങനെ കണ്ണീ കണ്ടവന്മാർക്കൊന്നും അവളെ കൊടുക്കാൻ വരുന്നില്ല. മാഹി പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ ജയൻ പറഞ്ഞു. ജയന്റെ മറുപടി കേട്ട് മാഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയെങ്കിലും അവൻ അടക്കി നിർത്തി കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്ത് ടേബിളിൽ വെച്ചതും പണക്കെട്ടുകൾ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടുന്നു. 6 ലക്ഷമുണ്ട്. അവൾ എനിക്ക് തരുന്ന നിമിഷം ബാക്കി 4 ലക്ഷം കൂടി തനിക്ക് ഞാൻ തരും. പിന്നെ അവളുടെ പേരിലുള്ള സ്വത്തുവകകളൊക്കെ താനെടുത്തോ. എന്താ, സമ്മതാണോ തനിക്ക്? ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് മാഹി ജയനോട് ചോദിച്ചു. സമ്മതം. ആരുവിനെ മാഹിക്ക് കൊടുത്താൽ വീണ്ടും 4 ലക്ഷം കൂടി കിട്ടുമെന്ന് കേട്ടതും ജയൻ മറുത്തൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി വേഗം ടേബിളിലുള്ള നോട്ടുകെട്ടുകൾ എടുത്തു വെച്ചു. എന്നാൽ നാളെ തന്നെ അവളെ എനിക്ക് കിട്ടണം. അവളെൻ്റെ കൈ കിട്ടിയ ആ നിമിഷം ബാക്കി തുക തനിക്ക് തരും. അയാളുടെ ആർത്തി കണ്ട് ചുണ്ടിൽ പിരിഞ്ഞ പൂജച്ചിരി അടക്കി നിർത്തി മാഹി പറഞ്ഞു. അയ്യോ, അത് പിന്നെ ഒരു 4 ദിവസം കൂടി കഴിഞ്ഞ എൻ്റെ മകളുടെ വിവാഹ. ആ കൂട്ടത്തിൽ അവളുടെ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിനക്ക് വിരോധമില്ലെങ്കിൽ അന്ന് എല്ലാവരെയും ബോധിപ്പിക്കാനായിട്ടൊരു താലി കെട്ട് നടത്തി അവളെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. ജയൻ പറഞ്ഞത് കേട്ട് മാഹി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. പിന്നെ അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. അല്ല, നിനക്കെന്തിനാ ആ പെണ്ണിനെ? മാഹിയെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ജയൻ ചോദിച്ചു. എൻ്റെ കാൽക്കീയിൽ അവളൊരു അടിമയെ പോലെ ജീവിക്കണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും പണം തനിക്ക് നൽകി അവളെ ഞാൻ വിലക്കെടുക്കുന്നത്. പകയോടെ മാഹി പറഞ്ഞത് കേട്ട് ആരുവിനൊരിക്കലും ഒരു നല്ല ജീവിതം കിട്ടില്ലെന്നോർത്ത് ജയന് സന്തോഷമായി. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് മാഹി പോയതും ജയൻ ആരുകാരനെ തനിക്ക് കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? വൈകി വന്ന ജയനെ കണ്ട് മാലതി തീർച്ചയോടെ ചോദിച്ചു. എടി, ഇന്നൊരു വമ്മും കൂളുത്തു വന്നു. ജയൻ സന്തോഷത്തോടെ പറഞ്ഞ് കയ്യിലുള്ള കവർ മാലതിക്ക് കാണിച്ചു കൊടുത്തതും അതിലുള്ള നോട്ടുകെട്ടുകൾ കണ്ട് മാലതിയുടെ മുഖം വിടുന്നു. ജേട്ടാ, എവിടുന്ന് ഇത്രയും പണം? അത്രയും പണം കണ്ടത് മാലതി ആശ്ചര്യത്തോടെ ചോദിച്ചതും ജയൻ മഹിയെ കണ്ടതെല്ലാം പറഞ്ഞു. എന്നാലും ആ ചെക്കനെ കുറിച്ച് ശരിക്കൊന്നും ആലോചിക്കാതെ ഉറപ്പിച്ച് പോരേണ്ടിയിരുന്നില്ല. എടി, ആ ചെക്കൻ എനിക്കറിയാം. അവനൊരു മടിയാ. ആടിയിടി വെത്ത് കുത്ത് പെണ്ണ് കള്ള് കഞ്ചാവൊക്കെയായി നടക്കുന്നവനവനെ. പിന്നെ ആരവനോടുള്ള ഇഷ്ടം മൂത്തിട്ടൊന്നുമല്ല അവനവളെ കിട്ടുന്നത്. എന്തുകൊണ്ടും പറ്റിയത് തന്നെയാണ്. അതുമല്ല, 10 ലക്ഷമല്ലേ ആ പെണ്ണുകാരൻ നമുക്ക് കിട്ടുന്നത്. പോരാതീരും മാധവന്റെ കണക്കില്ലാത്ത സ്വത്തുക്കളും അതെല്ലാം ഇനി നമുക്ക് തന്നെയാടി. ജയൻ സന്തോഷത്തോടെ പറഞ്ഞതും മാലതിയും തങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് പുലഗതിയായി. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇതിന് സമ്മതിപ്പിക്കണം. പിന്നെ നമ്മുടെ മകൻ ഈ കാര്യം ഇപ്പം അറിയണ്ട. വിവാഹത്തിന്റെ തലേ ദിവസമല്ലേ അവൻ വരൂ. ആ പറഞ്ഞാൽ മതി. അവനറിയാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ പെണ്ണിനെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം, മാലതി കുടിലതയോടെ പറഞ്ഞു. എന്നാൽ എൻ്റെ മഹി, നിനക്ക് ഭ്രാന്താടാ 10 ലക്ഷം കൊടുത്ത പെണ്ണിനെ വാങ്ങാൻ. രാത്രി കലങ്കിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ മഹിയുടെ ഫ്രണ്ട് ആദ്യം ചോദിച്ചു. അല്ല മഹി, നിനക്ക് നീ ആ പെണ്ണോട് മുഹബത്താണോ? ഇജാസ് നീജു മഹിയെ അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഒന്ന് പോയടാ. പ്രേമം അതും അവളോട്. എനിക്ക് പകയ അവളോട്. അവളും അവളുടെ തന്തയും കാരണം ഈ മഹി ജയിലിൽ പോയി. അതിനവളെൻ്റെ കാൽ കീഴിലിട്ട് നരകിപ്പിക്കും. അതുമല്ല, അവളെ ഞാൻ വെല്ലുവിളിച്ചതാ. അവളെ ഞാൻ താലി കെട്ടി എൻ്റേതാക്കുമെന്ന്. അതുകൊണ്ട് മാത്രം മഹി ഇതിന് തയ്യാറായത്. അല്ലാതെ പ്രേമവും മണ്ണാങ്കട്ടിയൊന്നും അല്ല. മഹി അവരെ നോക്കി പുച്ഛിച്ച് അതും പറഞ്ഞൊരു മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് കമഴ്ത്തി കാലിങ്ങുമ്പേൽ മലന്ന് കിടന്നു. നീ ഇതിനെ അനുഭവിക്കും അരുഷി. വെറുതെ വീട്ടിലതിന് ഞാൻ. ബോധം മറയുമ്പോൾ മഹി ആരുവിനെയോർത്ത് സ്വയം പുലമ്പിക്കൊണ്ടേയിരുന്നു. ആര് രാവിലെ കുളിച്ചു വന്ന കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കോതി കൊടുക്കുമ്പോഴാണ് മാലതി അങ്ങോട്ട് വന്ന് ആരുവിനെ വിളിച്ചത്. എന്താ വല്യമ്മേ?
എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അടയിരിക്കാനാണോ ഇതിൻ്റെ വിചാരം? മര്യാദക്ക് അടുക്കളയിൽ പോയി കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെക്ക്. ഞാനും ഉണ്ടാക്കിക്കൊള്ളാം. മാലതി പറഞ്ഞത് കേട്ട് അത്രമാത്രം പറഞ്ഞ് ആര് കിച്ചണിലേക്ക് നടന്നു. ഒന്ന് നിന്നേ. മാലതി പിന്നീന്ന് വിളിച്ചത് കേട്ട് ആരും നടത്തം നിർത്തി അവരെ തിരിഞ്ഞു നോക്കി. ശ്രേയയുടെയും ഷാരോണിന്റെയും കല്യാണത്തിനൊപ്പം നിന്റെ കല്യാണം കൂടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. മാലതി പറഞ്ഞത് കേട്ട് ആരും ഞെട്ടലോട് അവരെ നോക്കി. പെട്ടെന്ന് തന്നെ ആ ഞെട്ടൽ അവളിൽ ദേഷ്യമായി തീർന്നു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ വിവാഹം ഉറപ്പിച്ചത്? നിന്റെ വിവാഹം ഉറപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ തള്ളയും നന്നയും ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. മാലതി വീറോടെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആരുവിന് മനസ്സിലായി കല്യാണം എന്ന പേരിൽ ഇവർ തന്നെ കുരുക്കിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന്. കാരണം മാലതിയുടെ സ്വഭാവം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഒരിക്കലും തനിക്ക് വേണ്ടി നല്ലത് അവർ ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആ പിന്നെ ചെക്കൻ ഇതാണ്. ആരും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാലതി തന്റെ ഫോണിലുള്ള മഹിയുടെ പിക്ക് ആരുവിന് കാണിച്ചു കൊടുത്തതും ആരുവിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണത്തിന്. ഇതുപോലൊരു വൃത്തികെട്ടവൻ എനിക്ക് വേണ്ട. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഈ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താനും ഞങ്ങൾക്ക് അറിയാം. മാലതി ദേശത്തിൽ ആരുവിന് നേരെ അലറി. പ്ലീസ് വല്യമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മിണ്ടാതെ ഇവിടെ കിടന്നോണം. ഇനി കല്യാണം കഴിയുന്നത് വരെ നീ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്. മാലതി ദേശത്തിൽ ആരുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ച് റൂമിലേക്ക് നടന്ന് അവൾ ബെഡിലേക്ക് തള്ളിയിട്ട് ടേബിളിലിരിക്കുന്ന ആരുവിന്റെ ഫോണും എടുത്ത് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോയതും ആരും ബെഡിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നെഞ്ചോടക്കി പൊട്ടിക്കരഞ്ഞു. 2 ദിവസം മാലതി ആരുവിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ആ റൂമിൽ പൂട്ടിയിട്ടു. ഫോൺ മാലതി കൊണ്ടുപോയത് കൊണ്ട് ഷാനോനെ വിളിച്ച് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല. ഇടയ്ക്ക് അവൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന് കൊടുക്കുമെങ്കിലും ആരും ദാഹം മാത്രം മാറ്റുന്നല്ലാതെ ഒന്നും കഴിച്ചിരുന്നില്ല. തന്നെ ആരും രക്ഷിക്കാൻ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആരും അവിടുന്ന് രക്ഷപ്പെടാനായി ഒരവസരം നോക്കി നിന്നു.